മലങ്കര കാത്തലിക് ടെലിവിഷൻ സന്തോഷത്തിൻ്റെ സദ്വാർത്ത 68-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ദൻഹായ്ക്ക് ശേഷമുള്ള 5-ാം ഞായറാഴ്ചയിൽ നാം എത്തി നിൽക്കുന്നു. ഈ ഞായറാഴ്ചത്തെ വേദഭാഗം സഭ നമുക്ക് നൽകുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വചനഭാഗമാണ്. മലങ്കര മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടതിൻ്റെ 17-ാം വാർഷികം ഈ ഞായറാഴ്ച കാതോലിക്ക ദിനം എന്ന പേരിൽ നാം ആഘോഷിക്കുന്നു. ഒരു സഭയായി ആഗോള കത്തോലിക്ക സഭയിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് വളരുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗം എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ്. മാത്രമല്ല, തിങ്കളാഴ്ച മുതൽ പരിശുദ്ധ 3 നോമ്പ് സഭയിൽ ആചരിക്കപ്പെടുന്നു. ഇന്നത്തെ ഈ വേദഭാഗം വിശകലനം ചെയ്യുന്നതിന് മുമ്പ് മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വചനഭാഗം നമുക്ക് ശ്രദ്ധാപൂർവം ഇവിടെ കേൾക്കാം. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബദ്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീലി കടൽ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ ശിമിയോനെയും അവന്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേട് പോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറയുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, മർക്കോസ് എഴുതിയ ഈ സുവിശേഷ ഭാഗത്തിന് മറ്റ് 2 സമാന്തര സുവിശേഷങ്ങളിൽ തത്തുല്യമായ ഭാഗങ്ങളുണ്ട്. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വചനഭാഗവും, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 15 വരെയും 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗവും മർക്കോസിന്റെ ഈ സുവിശേഷത്തിന്റെ സമാന്തര ഭാഗങ്ങളാണ്. ഈ 3 സുവിശേഷങ്ങളിലും 3 സംഭവങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ. 2 ഗലീലയിലെ യേശുവിൻ്റെ ദൗത്യ ആരംഭം. 3 തൻ്റെ ആദ്യ ശിഷ്യന്മാരുടെ വിളി. ഈ 3 സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും വിശദമായിട്ട് അവതരിപ്പിക്കുമ്പോൾ നാം കേട്ട ഈ വേദഭാഗത്ത് ആ സംഭവത്തെക്കുറിച്ചുള്ള പരാമർശം മാത്രമാണ് ഉള്ളത്. മത്തായിയും ലൂക്കായും യേശുവിൻ്റെ 3 പരീക്ഷണങ്ങൾ വ്യത്യസ്തമായ ക്രമത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്ന 2-ാമത്തെ പരീക്ഷ
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അവസാനത്തേതായി ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച യേശുവിന്റെ അടുക്കൽ പിശാച് വന്ന് പറയുകയാണ്, നിനക്ക് വിശന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ കല്ലുകളോട് അപ്പമാകുവാൻ പറയുക. അതിനെ അതിജീവിക്കുന്ന യേശുവിനോട് മത്തായിയുടെ സമതരണം അനുസരിച്ച് പിശാച് അവനെ ജെറുസലേം ദേവാലയത്തിന്റെ ശൃംഗത്തിൽ കൊണ്ടു നിർത്തിയിട്ട് ഇടയിൽ നിന്നും ചാടുക എന്ന് അവനോട് പറയുമ്പോൾ എല്ലാവരും അവനെ കാണും, അവന്റെ വലിയ ശക്തി കാണും എന്ന് പറഞ്ഞ് അവനെ മോഹിപ്പിക്കുമ്പോൾ വിശുദ്ധ ലൂക്ക രണ്ടാമത്തെ പരീക്ഷണമായിട്ട് യേശുവിനെ ഒരു ഉയർന്ന മലയിൽ കൊണ്ടുപോയി അവിടെയുള്ള എല്ലാ നാടും രാജ്യങ്ങളും കാണിച്ച് പിശാചിനെ ആരാധിക്കുവാൻ ആവശ്യപ്പെടും. ഈ 3 പരീക്ഷണങ്ങൾ, ഒന്ന് യേശുവിനെ വിശക്കുന്ന അവസരത്തിൽ കല്ലുകളോട് അപ്പമാവാൻ പറയുന്നത്, രണ്ടാമത്തേത് ദേവാലയ ശൃംഗത്തിൽ നിന്നും താഴോട്ട് ചാടി ദൈവികമായ ശക്തി പ്രകടിപ്പിക്കുവാൻ പറയുന്നത്, മൂന്നാമതായി ഉയർന്ന മലയിൽ നിന്നുകൊണ്ട് അവിടെയുള്ള രാജ്യങ്ങളെല്ലാം കണ്ടത് സ്വന്തമാക്കുവാനായിട്ട് ആ പിശാചിനെ ആരാധിക്കുവാൻ പറയുന്നത്. ഈ 3 പരീക്ഷണങ്ങളാണ് യേശുവിന് മുമ്പിൽ പിശാച് അവതരിപ്പിക്കുക. അതിന് 3നെയും ദൈവികമായ ശക്തിയാൽ അതിജീവിക്കുന്ന യേശുവിനെ ഈ പരീക്ഷണ അവതരണത്തിൽ വിശുദ്ധ ലൂക്കായും വിശുദ്ധ മത്തായിയും അവതരിപ്പിക്കുമ്പോൾ ഈ സംഭവങ്ങൾ വളരെ വിശദമായി പറയാതെ ഇന്നത്തെ സുവിശേഷത്തിൽ മർക്കോസ് പറയുകയാണ്, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ഹ്രസ്വമായ ഒരവതരണം. ഇതിന്റെ തൊട്ട് മുൻപിലുള്ള സുവിശേഷ ഭാഗം യേശുവിന്റെ ജ്ഞാനസ്നാനമാണ്. 3 സുവിശേഷകന്മാരും ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിൽ എത്തിച്ചേരുന്ന സംഭവമാണ് അവതരിപ്പിക്കുക. അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഏതാത്മാവാണ് അശുദ്ധാത്മാവിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് യേശുവിനെ നയിച്ചത്? വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ദൈവാരൂപിക്ക് യേശുവിനെ പിശാചിന്റെ പരീക്ഷണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. എന്നാൽ വചനഭാഗം നാം പരിശോധിക്കുമ്പോൾ നൗമ എന്ന വാക്കാണ് ആത്മാവ് എന്നതിന് ഇവിടെ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ യേശുവിനെ പിശാചിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി ദൈവാത്മാവ് അവനെ നയിക്കുകയാണ്. ആത്മാവിനാൽ നിറയപ്പെട്ട യേശു ഒരു മരുഭൂമി അനുഭവത്തിലേക്ക്, ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക്, ഒരു ഉപവാസത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഇപ്രകാരം കടന്നു വരുന്ന യേശു 40 ദിവസം മരുഭൂമിയിൽ വസിച്ചു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. മരുഭൂമി എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ പശ്ചാത്തലം ഉള്ള ഒരു സ്ഥലമാണ്. അത് പിശാചിന്റെ വാസ അനുഭവത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുക. പൈശാചികമായ ക്രൂരമായ ഒരു അനുഭവമാണ് മരുഭൂമിയുടെ പശ്ചാത്തലം, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഭക്ഷണത്തിന് ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ പ്രകാരമുള്ള ഒരു മരുഭൂമിയിൽ യേശു ഉപവാസത്തില്, പ്രാർത്ഥനയില് കഴിയുകയാണ്. പഴയ ഉടമ്പടിയില് മോശയും ഏലിയായും 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ സൂത്താറ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം ചൊല്ലാറുണ്ടല്ലോ: 40 നാളിനുപവാസം മോശ കഴിച്ചേലിയാവും, നാഥൻ ശത്രുവിനെ വെന്നു 40 നാളുപവാസത്താൽ.
പഴയ ഉടമ്പടിയിൽ മോശയും ഏലിയായും 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനെ പിൻചെന്നുകൊണ്ട് യേശുവും ഇപ്രകാരമുള്ള ഒരു ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി പിശാചിനെ പരാജയപ്പെടുത്തി എന്ന് നമ്മുടെ ആരാധനയിൽ നാം ചേർന്ന് പാടുകയാണ്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ നാം കടന്ന് ചിന്തിക്കുമ്പോൾ അവൻ വന്യമൃഗങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടും സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടിട്ടും അവൻ പരാജയപ്പെടാതെ ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയിലും ദൈവാത്മാവ് നിറഞ്ഞ വ്യക്തികളെ, ദൈവമനുഷ്യരെ പൈശാചികമായ പ്രലോഭനത്തിന് വിധേയമാക്കുന്ന ഒരു അനുഭവങ്ങൾ കാണാം. ദൈവാരൂപി മനുഷ്യരെ പ്രത്യേകമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, എസെക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ, 8-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ, പുതിയ ഉടമ്പടിയിൽ അപ്പസ്തോല നടപടി 8-ാം അധ്യായം 39 മുതലുള്ള വചനഭാഗത്ത് ഒക്കെ ഈ ദൈവാരൂപി ദൈവമനുഷ്യരെ, പ്രവാചകന്മാരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നതായിട്ടുള്ള വചനങ്ങളാണ്. അരൂപി അവരെ ഫിലിപ്പോസിനെ ആത്മാവ് ഉയർത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഭാഗമാണ് അപ്പസ്തോല നടപടിയിൽ നാം കാണുന്നത്. ഇപ്രകാരം ദൈവാരൂപി ദൈവിക മനുഷ്യരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ ഈ വേദഭാഗത്ത് ഇപ്രകാരം നയിക്കപ്പെടുന്ന യേശു പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയാണ്. അവൻ മരുഭൂമിയിൽ വസിച്ചു. വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു അവൻ്റെ ജീവിതം. പക്ഷെ അവതൊന്നും അവനെ പ്രത്യേകമായിട്ട് ഉപദ്രവിച്ചില്ല. യേശുവിൻ്റെ സാന്നിധ്യം വന്യമൃഗങ്ങളെ ശാന്തമാക്കുന്നു. അവർ നിരുപദ്രവകാരികളായിട്ട് മാറുന്നു. മാലാഖമാർ അവനെ സംരക്ഷിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ഇതാണ് ഇന്നത്തെ വേദഭാഗത്ത് കാണുക. ഈ ആശയം യേശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിലും 91-ാം സങ്കീർത്തനം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട്. വന്യമൃഗങ്ങള് നിരുപദ്രവകാരികളായി മാറി അവർ ശാന്തത കൈവരുന്നു. മാലാഖമാര് അവർ ശുശ്രൂഷിക്കുന്നു. ഈ ഒരു അനുഭവം അത് ബൈബിളിന്റെ മറ്റു ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. പഴയ ഉടമ്പടിയിലെ ആദത്തിൽ നിന്നും വ്യത്യസ്തനായി പിശാചിന്റെ പരീക്ഷണത്തിന് വിധേയനാകാതെ അതിനെ അതിജീവിക്കുന്ന യേശുവിനെ നമ്മുടെ കാണുകയാണ്. മാലാഖമാര് അവനെ ശുശ്രൂഷ ചെയ്ത് അവനെ ബലപ്പെടുത്തുന്നതായിട്ടുള്ളതാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നാം വായിക്കുന്നത് യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. ഇവിടെ യേശുവിന്റെ ദൗത്യം സ്നാപക യോഹന്നാന്റെ ദൗത്യത്തിന്റെ തുടർച്ചയാണ് എന്ന് സമാന്തര സുവിശേഷകന്മാർ 3 പേരും അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗലീലയിൽ ആരംഭിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണമാണ് സമാന്തര സുവിശേഷങ്ങളിൽ നാം കാണുക. അവിടുത്തെ ഈ ദൗത്യ ആരംഭത്തിൽ പ്രത്യേകമായ വിഷയം അനുതാപത്തിനുള്ള ക്ഷണമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതിനായി ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് യേശു ഗലീലയിലേക്ക് കടന്നു വന്നത്. പിതാവിന്റെ ഹിതം, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങള് ഈ സമൂഹത്തോട് പറയുവാനായിട്ട് ഐക്യപ്പെട്ടവനാണ് ദൈവപുത്രനായ മിശിഹ. അതുകൊണ്ട് യേശുവിന്റെ പ്രസംഗം ദൈവരാജ്യം തന്നെ ആണ്. അതിൽ അർഹരാകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരം മെത്തനോയ്യ എന്ന വാക്ക് മനസ്സിന്റെ അന്തരം മാറ്റം. ഒന്നിനെ വിട്ട് മറ്റൊന്നിനെ പുൽകണം.
അപ്പോൾ അഹങ്കാരവും മറ്റു തിന്മകളുമുള്ള മനുഷ്യൻ അതിനെ വിട്ടിട്ട് ദൈവികമായ ആ ശക്തിയിൽ വിശ്വസിക്കുക, ദൈവരാജ്യത്തിൽ വിശ്വസിക്കുക എങ്കിൽ മാത്രമേ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതാണ് യേശുവിൻ്റെ ആഹ്വാനം. അപ്പോൾ യേശുവിൻ്റെ ദൗത്യം ഈ മാനസാന്തരത്തിലേക്കുള്ള വിളിയിലൂടെയാണ്. 4-ാം സുവിശേഷകനായ യോഹന്നാന്റെ സുവിശേഷത്തില് നിക്കോദേമോസുമായിട്ടുള്ള യേശുവിന്റെ സംവാദത്തിൽ നാം കഴിഞ്ഞ ദിവസം കേട്ടു, നീ ഉന്നതങ്ങളിൽ നിന്നും വീണ്ടും ജനിക്കണം, ജലത്താലും അരൂപിയാലും ജനിക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ജനനം മാനുഷികമായൊരു ജനനമല്ല, അരൂപിയിലുള്ള ഉന്നതത്തിൽ നിന്നുള്ള ജനനമാണെന്ന് നാം ഇവിടെ വ്യാഖ്യാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ് ഒരു മാനസാന്തരത്തിലൂടെ, ഒരു ശിശുതുല്യമായ ഒരു മാറ്റത്തിലൂടെ മാത്രമേ മനുഷ്യന് ദൈവരാജ്യത്തിന് അർഹരാകാൻ പറ്റുകയുള്ളൂ എന്ന് കർത്താവിന്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രകാരം യേശു ആരംഭിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതിന്റെ 3-ാം ഭാഗത്തേക്ക് നാം കയറുമ്പോൾ നാം കാണുന്നത് യേശുവിന്റെ ശിഷ്യന്മാരെ, ആദ്യ ശിഷ്യന്മാരായ 4 പേരെ വിളിക്കുന്ന സംഭവമാണ്. അതിൽ യേശു ഗലീലിയ കടൽ തീരത്തുകൂടി നടക്കുകയാണ്. അവിടെ കടന്നു പോകുമ്പോൾ ശിമയോനെ കാണുന്നു, അതുപോലെ തന്നെ അവന്റെ സഹോദരൻ അന്ത്രയോസിനെ കാണുന്നു. അവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ വല വീശി കടലിൽ വലയെറിയുകയായിരുന്നു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അക്കോലുത്തേൻ എന്ന ഗ്രീക്ക് വാക്കാണ് ഫോളോ എന്നതിന് ഉപയോഗിക്കുക. അത് കേവലം ഒരു വ്യക്തിയുടെ പിന്നാലെ നടക്കുന്നതല്ല, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തിയെ അനുകരിക്കുന്നതാണ് അനുഗമിക്കുക എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി. നാം അതിനെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരെ മനുഷ്യബന്ധനത്തിലേക്ക് മാറ്റാമെന്ന് പറയുമ്പോൾ അവർ വല ഉപേക്ഷിച്ച്, അവർ മത്സ്യബന്ധനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വല ഉപയോഗിച്ച് മനുഷ്യബന്ധനത്തിന് ആവശ്യമായ യേശുവിന്റെ വചസ്സുകളെ, അവരിലുള്ള വിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട് അവന് പിന്നാലെ പോവുകയാണ്. കുറച്ചു ദൂരം കൂടി പോകുമ്പോൾ സെബദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും അവർ കാണുന്നു. അവർ വഞ്ചിയിലിരുന്ന് തന്റെ പിതാവായ സെബദിയോടും സേവകരോടും ഒരുമിച്ച് വല നന്നാക്കിക്കൊണ്ടിരുന്നു എന്നാണ് മർക്കോസ് പറയുക. അവർക്ക് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ യേശു അവരെ വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ടിട്ട് അവനെ അനുഗമിച്ചു. എന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് അവർ പിതാവായ സെബദിയെ ഉപേക്ഷിച്ചിട്ട് പോയി. മർക്കോസിന്റെ അവതരണത്തിൽ സേവകരും പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ ഒരുമിച്ച് ഉപേക്ഷിച്ചിട്ടാണ് യേശുവിന്റെ പിന്നാലെ യാക്കോബും യോഹന്നാനും പോവുക. സ്നേഹമുള്ളവരെ, ക്രിസ്തു ശിഷ്യത്വത്തിലേക്കുള്ള ഈ ആദ്യവിളി സമാന്തര സുവിശേഷങ്ങളിൽ നാം കാണുന്നത് ശക്തനായ യേശുവിന്റെ ശക്തമായ വാക്കുകൾ കൊണ്ട് എന്നെ അനുഗമിക്കുക എന്നുള്ള ആഹ്വാനമാണ്. അതവർ പിൻചെല്ലുമ്പോൾ ശിഷ്യരായി മാറുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന അനുഭവങ്ങൾ ഒരു സാക്ഷ്യത്തിന്റെ ഫലമായിട്ടാണ് ശിഷ്യത്വം കടന്നു വരിക. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവര് യേശുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നു. അങ്ങനെ അവർ ശിഷ്യരായി മാറുന്നു. അതാണ് ശിഷ്യത്വത്തിന്റെ 2 തരത്തിലുള്ള വിളി. അതിൽ സമാന്തര സുവിശേഷങ്ങളിൽ പെട്ട മർക്കോസ് ഇപ്രകാരം യേശുവിന്റെ 4 ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവം മത്സ്യബന്ധനത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും അവരെ മനുഷ്യബന്ധനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വിളിച്ചു ചേർക്കുന്ന അനുഭവമാണ്. അവരാണ് യേശുവിന്റെ ശിഷ്യഗണത്തിലെ ശക്തരായ ശിഷ്യന്മാരായി പിൽക്കാലത്ത് മാറുന്നത്. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗത്തിൽ 3 സംഭവങ്ങൾ, മരുഭൂമിയിലെ യേശുവിന്റെ പരീക്ഷയും ദൗത്യത്തിന്റെ ആരംഭവും ആദ്യ ശിഷ്യന്മാരുടെ വിളിയും നാം വിശകലനം ചെയ്യുമ്പോൾ നാം നേരത്തെ കണ്ടതുപോലെ ഒരു നോമ്പിന്റെ ഉപവാസത്തിന്റെ അനുഭവത്തിലേക്ക് യേശു മാറി നമുക്ക് നോമ്പിന്റെ ഒരു വലിയ മാതൃക തരികയാണ്. വലിയ നോമ്പ് ആരംഭിക്കാറായി. അതിന് മുന്നോടിയായി വരുന്ന 3 നോമ്പ് തിങ്കളാഴ്ച ആരംഭിക്കുന്നു. ഈ നോമ്പിന്റെ ചൈതന്യം മാനസാന്തരത്തിന്റെ ചൈതന്യമാണ്. ആത്മീയമായ ശക്തി സംഭരിക്കുന്ന ഒരു ആയോധനമാണ്.
അതിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് യേശു തന്നെ മാതൃക കാണിച്ചുകൊണ്ട്. പഴയ ഉടമ്പടിയിലെ മോശയുടെയും ഏലിയായുടെയും വഴികൾ പിൻചെന്നുകൊണ്ട് 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്ന യേശുവിൻ്റെ വഴികളെ പിൻചെന്നുകൊണ്ട് നമ്മുടെ ആത്മീയമായ ബലപ്രാപ്തിക്ക് വേണ്ടി നമ്മുടെ നോമ്പിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ യേശു ഇപ്രകാരം ആത്മീയമായ ശക്തി സംഭരിച്ചുകൊണ്ട് ബാഹ്യമായ പൈശാചികമായ ശക്തിയെ എതിർക്കുന്നതായിട്ട്, പരാജയപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു. വന്യമൃഗങ്ങള് അക്രമികളായി മാറുന്നതിനെ നിരുപദ്രവങ്ങളായി മാറ്റിക്കൊണ്ട് മാലാഖമാരുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങി യേശു മഹത്വപൂർണമായി അതിനെ അതിജീവിക്കുന്നു. രണ്ടാം ഭാഗത്ത് നമ്മൾ കണ്ടത് യേശുവിൻ്റെ ആദ്യത്തെ ദൗത്യം അത് ഗലീലയിലേക്ക് കടന്നു വന്ന് സ്നാപകയോഹന്നാന്റെ ദൗത്യ നിർവഹണത്തിന് ശേഷം തുടരുന്ന ഒരു ദൈവരാജ്യ പ്രഘോഷണം, ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്. ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കമാകട്ടെ അത് മാനസാന്തരത്തിനുള്ള ഒരു ക്ഷണമാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർക്ക് മാത്രം ലഭ്യമാകുന്ന ദൈവരാജ്യത്തിന് നമ്മയും അവിടെ നിന്ന് ക്ഷണിക്കുന്നു. കർത്താവ് ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന ശിമിയോനെ പോലെ, അല്ലെങ്കിൽ പത്രോസിനെ പോലെ, അന്ത്രയോസിനെ പോലെ, യാക്കോബിനെ പോലെ, അതുപോലെ തന്നെ യോഹന്നാനെ പോലെ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലുതെന്നവർ കണ്ടിരുന്ന എല്ലാം ഉപേക്ഷിച്ച് യേശുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് പിൻചെല്ലുന്ന അപ്പസ്തോലഗണങ്ങൾ, അവരെ പോലെ ശിഷ്യഗണത്തിലേക്ക് കടന്നു വരുവാനും ഉള്ള ഒരു ആഹ്വാനം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് തരുന്നു. നമുക്ക് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കുന്നു, ദൈവരാജ്യം സമയം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള 2 ചിന്തകൾ. ദൈവരാജ്യം ഭാവിയിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഒരു വലിയ വാഗ്ദാനമാണ്, ഫ്യൂച്ചർ ആസ്പെക്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ അത് നമുക്ക് ഈ ലോകത്തിൽ തന്നെ ലഭ്യമായിരിക്കുന്നു. യേശുവിൽ അത് പ്രസന്റ് ആയിരിക്കുന്നു, ഫ്യൂച്ചർ അല്ല, പ്രസന്റ് ആയിരിക്കുന്നു, വർത്തമാനമായിരിക്കുന്നു എന്നുള്ള വലിയ ആ ചിന്ത കൂടി അത് സുവിശേഷത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് യേശുവിനുള്ള വിശ്വാസത്തിലൂടെ കടന്നു വരാം. അങ്ങനെ വരുവാനിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ അവകാശികളായി നമുക്ക് മാറാം. ഈ 3 ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമുക്ക് ശ്രമിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുവാനായിട്ട് ഉള്ള കൃപ തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തോട് നമുക്ക് പ്രത്യുത്തരം നൽകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ